RKPSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, അന്റാർട്ടിക്കയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ സ്ഥാപിച്ച മൂന്നാമത്തെ ഗവേഷണ കേന്ദ്രം ഏതാണ്? ഭാരതിയാണ് അന്റാർട്ടിക്കയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ സ്ഥാപിച്ച മൂന്നാമത്തെ ഗവേഷണ കേന്ദ്രം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏതാണ്? ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. 1983 അത് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് പുറത്തുള്ള രണ്ടാമത്തെ അന്റാർട്ടിക്ക പര്യവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രിയാണ്. 1989 ഇത് നിലവിൽ വന്നത്. മൈത്രി സ്റ്റേഷന് ആവശ്യമായിട്ടുള്ള ജലം ശേഖരിക്കുന്ന തടാകം ഏതാണ്? പ്രിയദർശിനി തടാകമാണ്. പ്രിയദർശിനി തടാകത്തിൽ നിന്നുമാണ് മൈത്രി സ്റ്റേഷന് ആവശ്യമായിട്ടുള്ള ജലം ശേഖരിക്കുന്നത്. ഇന്ത്യയുടെ മൂന്നാമത്തെ അന്റാർട്ടിക് പര്യവേഷണ കേന്ദ്രമായ ഭാരതി സ്ഥാപിതമായ വർഷം എന്നാണ്? 2012. 2012 ഇന്ത്യയുടെ മൂന്നാമത്തെ അന്റാർട്ടിക് പര്യവേഷണ കേന്ദ്രമായ ഭാരതി സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, ഫെബ്രുവരി 2 പ്രത്യേകത എന്താണ്? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 2. പ്രധാനപ്പെട്ട കുറച്ച് ദിനങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ലോക ക്യാൻസർ ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 4. ഡാർവിൻ ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 12. ലോക ജലദിനം ആചരിക്കുന്നത് മാർച്ച് 22. ദേശീയ സാങ്കേതിക വിദ്യാ ദിനം ആചരിക്കുന്നത് മെയ് 11. മണ്ടേല ദിനം ആചരിക്കുന്നത് ജൂലൈ 18. ഇത് കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എഴുതിയൊക്കെ പഠിച്ചാലേ ഇത് ഓർത്തിരിക്കത്തുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് ഇത് പഠിക്കണം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇനി ഹരിയാനയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഹരിയാന. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഹരിയാന. ഗോവധവും പശുക്കൾക്കെതിരെയുള്ള അക്രമവും പ്രതിരോധിക്കുന്നതിനായി 24 മണിക്കൂർ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന. പാനിപ്പട്ട് യുദ്ധം നടന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹരിയാന. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ്. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനവും ഏതാണ്? ഹരിയാനയാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദന വർധനവ് ആണെങ്കിൽ പീത വിപ്ലവം എന്തിൻ്റെ ഉൽപാദന വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഭക്ഷ്യ എണ്ണ ഉൽപാദനമാണ്. പീത വിപ്ലവം എന്നറിയപ്പെടുന്നത് ഭക്ഷ്യ എണ്ണ ഉൽപാദനമാണ്. ഇത് മഞ്ഞ വിപ്ലവം എന്നും അറിയപ്പെടുന്നു. മഞ്ഞ വിപ്ലവമാണ് പീത വിപ്ലവം എന്നും അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വിദേശ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി ആരുടെ കാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്? ദേവരായർ 1 കാലത്താണ് വിദേശ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി ഇന്ത്യ സന്ദർശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഡോമിംഗോസ്. ജെയിംസ് 1 അംബാസിഡർമാരായി ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിൽ എത്തിയ ഇംഗ്ലീഷുകാർ ആരൊക്കെയാണ്? വില്യം ഹോക്കിൻസും തോമസ് റോയുമാണ് ജെയിംസ് 1 അംബാസിഡർമാരായി ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിൽ എത്തിയ ഇംഗ്ലീഷുകാർ. ഹർഷൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരിയാരാണ്? ഹുയാൻസാങ് ആണ്. ഹർഷൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരിയാരാണ്? ഹുയാൻസാങ്. അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി ആരാണ്? ഫാഹിയാനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരിയാണ് ഫാഹിയാൻ. താങ്ക് യു ഓൾ.